തുടങ്ങട്ടെ. നമുക്കിന്ന് ഒരു ഡൈപോള് ആക്സിയൽ ലൈനിൽ ഉണ്ടാക്കുന്ന ഇന്റൻസിറ്റിയുടെ ഫോർമുല കാണാം. Derivation of expression for electric dipole at a point on axial line, on axis കാണാൻ പോവാണ്. ഡൈപോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം is an arrangement containing two charges. Both those charges are equal but opposite and are separated by very small vector distance. ഞാനൊരു ഡൈപോൾ എടുക്കുന്നു. ഡൈപോൾ നമുക്ക് പേര് കൊടുക്കാം, എ ബി. ഇതിൽ രണ്ട് ചാർജ് ഉണ്ടാക്കണം. ബോത്ത് ദോസ് ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. അപ്പൊ ഞാൻ ഒരു ചാർജിനെ നെഗറ്റീവ് ക്യൂ എന്ന് എടുക്കുന്നു, മറ്റത് പോസിറ്റീവ്. ഇടയ്ക്കുള്ള അകലം ഡൈപോൾ ലെങ്ത് 2L. അത് യഥാർത്ഥത്തിൽ ചെറുതാണ്, ഞാൻ കുറച്ച് വലുതായി കൺവീനിയൻസിന് വേണ്ടി വരച്ചതാണ്. നമുക്ക് 2L എന്ന് അടയാളപ്പെടുത്തുമ്പോൾ ചില ഇൻകൺവീനിയൻസ് വരും. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം. സെൻറ്റർ സി, ഇത് എൽ, എഗൈൻ ദിസ് എൽ. സോ ടോട്ടൽ ലെങ്ത് 2L. ഈ ഡൈപോളിന് ഒരു വിലയുണ്ട്, അതിന്റെ പേര് ഡൈപോൾ മൊമെന്റ് എന്നാണ്. നമ്മളതിനെ പി എന്നാണ് വിളിക്കാറ്. അത് കാണുന്ന ഫോർമുല നിങ്ങൾക്കറിയാം, Q × 2L. ഇനി ആക്സിസ് എടുക്കാം, ആക്സിയൽ ലൈൻ. ആക്സിയൽ ലൈൻ എടുക്കുമ്പോൾ നമുക്ക് ഇടതുവശത്തോ വലതുവശത്തോ എടുക്കാം. ഞാൻ നിങ്ങളുടെ കൺവീനിയൻസിന് വേണ്ടി വലതുവശത്ത് എടുക്കുന്നു, ഇടതുവശത്ത് എടുത്താലും കുഴപ്പമില്ല. ഈ ആക്സിയൽ ലൈനിൽ ഞാനൊരു പോയിന്റ് എടുത്തു, ഓ. എൻ്റെ ഓയുടെ പ്രത്യേകത ദാറ്റ് ഈസ് അറ്റ് എ വെരി ലാർജ് ഡിസ്റ്റൻസ് r from the center, such that here in this case 2L is much lesser than r. 2L r നേക്കാൾ വളരെ വളരെ ചെറുതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 2L വളരെ ചെറുതാണ്. ഞാൻ കൺവീനിയൻസിന് വേണ്ടി വലുതായി ഇട്ടതാണ്. ഈ ഡൈപോള് ഓയിൽ ഉണ്ടാക്കുന്ന ഇന്റൻസിറ്റി കാണണം. ഡൈപോൾ ആയിട്ട് അങ്ങനെ ഇന്റൻസിറ്റി ഒന്നും ഉണ്ടാക്കില്ല, ചാർജ് ആണ് ഇന്റൻസിറ്റി ഉണ്ടാക്കുന്നത്. ഡൈപോളിൽ രണ്ട് ചാർജ് ഉണ്ട്, അപ്പൊ രണ്ടുപേരും ഇന്റൻസിറ്റി ഉണ്ടാക്കും. നെഗറ്റീവ് ക്യൂ എന്ന് പറയുന്ന ആള് ഓയിൽ ഉണ്ടാക്കുന്ന ഇന്റൻസിറ്റി. നമുക്കൊരു കൺവീനിയൻസിന് E1, അതൊക്കെ നമ്മുടെ കൺവീനിയൻസ് ആണ് E1. ചിലപ്പോൾ ഞാൻ അതിനെ ഈ നെഗറ്റീവ് ക്യൂ എന്ന് വിളിക്കും, ചിലപ്പോൾ ഞാൻ ഈ എ എന്ന് വിളിക്കും. എ എന്ന പോയിന്റ് ഉണ്ടാക്കുന്നു ഈ എ. നെഗറ്റീവ് ക്യൂ എന്ന് പറയുന്ന ചാർജ് ഉണ്ടാക്കുന്നത് കൊണ്ട് ഈ നെഗറ്റീവ് ക്യൂ. അതിനിപ്പോൾ എനിക്കൊരു കൺവീനിയൻസിന് വേണ്ടി ഒന്നാമത്തെ ആള് എന്നുള്ള അർത്ഥത്തിൽ E1. നെഗറ്റീവ് ക്യൂ ഓയിൽ ഉണ്ടാക്കുന്ന ഇന്റൻസിറ്റി 1/4πε0 negative q by distance from the charge to the point. നമുക്കത് അറിയില്ല, നമ്മൾ കാണുന്നു. ഇതുവരെ r ആണ്. again this length L, so total length r plus L the whole square ആണ്. അതിന് ഡയറക്ഷൻ ഉണ്ട്, കാരണം ഇലക്ട്രിക് ഇന്റൻസിറ്റി വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഡയറക്ഷൻ ഉണ്ട്. നെഗറ്റീവ് ചാർജിനെ സംബന്ധിച്ച് ഇന്റൻസിറ്റിയുടെ ദിശ ടുവേർഡ്സ് നെഗറ്റീവ് ആണ്. സോ ഫ്രം O to A. ഞാനത് മാർക്ക് ചെയ്തു ഫിഗറിൽ, E1. അതുപോലെ പോസിറ്റീവ് ക്യൂ ഓയിൽ ഉണ്ടാക്കുന്ന ഇന്റൻസിറ്റി ഞാനതിനെ E2 എന്ന് വിളിക്കാം. 1/4πε0 പോസിറ്റീവ് ക്യൂ ബൈ ദിസ് ലെങ്ത്. നമുക്കത് അറിയില്ല. ഇത് r ആണ്, ഇത് L ആണ്. r ന്ന് L പോട്ടെ, r മൈനസ് L the whole square. നെഗറ്റീവ് ഉണ്ടാക്കുന്ന ഇന്റൻസിറ്റി, പോസിറ്റീവ് ഉണ്ടാക്കുന്ന ഇന്റൻസിറ്റിയുടെ ദിശ പോസിറ്റീവിന് വെളിയിലോട്ടാണ്. സോ ഫ്രം B to O ഞാൻ മാർക്ക് ചെയ്തു, along BO ഡയറക്ഷൻ. നമുക്ക് വേണ്ടത് ഡൈപോൾ ഉണ്ടാക്കുന്ന ആകെ ഇന്റൻസിറ്റിയാണ്, E ആണ്. ഡൈപോൾ ഉണ്ടാക്കുന്ന ആകെ ഇന്റൻസിറ്റിയെ ഞാൻ E എന്ന് വിളിച്ചാൽ, ലിസൺ, E ബൈ ദ സൂപ്പർ പൊസിഷൻ റൂൾ ഇങ്ങനെ കാണാം, E1 + E2. ആരാണ് E1? 1/4πε0 negative q by r plus L the whole square plus 1/4πε0 positive q by r minus L the whole square. കൺവീനിയൻസിന് വേണ്ടി q/4πε0 കോമൺ ആണ്, പുറത്തെടുക്കാം. q/4πε0 പുറത്തെടുത്താൽ ബാക്കി ഇങ്ങനെയാണ് വരേണ്ടത്. -1/r plus L the whole square plus 1/r minus L the whole square എന്നാണ് വരേണ്ടത്. ഞാൻ തിരിച്ചെഴുതുന്നു. 1/r minus L the whole square minus 1/r plus L the whole square.
ഇനി എൽസിയത്തിലേക്ക് പോവാം. Q by 4 pi epsilon 0 എൽസിയം എടുത്താൽ R plus L the whole square minus of R minus L the square by R minus L the whole square into R plus L the whole square. Right? ഒന്നുകൂടെ പറയാം. നമുക്ക് വേണ്ടത് നെറ്റ് ഇന്റൻസിറ്റി ആണ് ഡൈപോൾ ഉണ്ടാക്കുന്ന ഇ എന്ന് ഞാൻ വിളിക്കുന്നു. രണ്ട് ചാർജാണ് ഡൈപോളിലുള്ളത്. ഒന്നാമൻ ഉണ്ടാക്കിയത് E1, രണ്ടാമൻ ഉണ്ടാക്കിയത് E2. സോ നെറ്റ് ഇന്റൻസിറ്റി E1 പ്ലസ് E2. ഇതൊരു റൂളാണ്. ആകെ കാണുന്ന ഈ റൂളിന്റെ പേര് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പൽ എന്നാണ്. അതനുസരിച്ചാണ് നമുക്ക് ഇവിടെ E1ന്റെ E2ന്റെ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/4 pi epsilon 0 നെഗറ്റീവ് Q by R plus L the whole square plus 1/4 pi epsilon 0 പോസിറ്റീവ് Q by R minus L the whole square. സിംപ്ലിഫിക്കേഷൻ പ്രോസസ്സിലേക്ക് വേണ്ടി Q by 4 pi epsilon 0 പുറത്തെടുത്താൽ ബാക്കി 1/R minus L the whole square minus 1/R plus L the whole square. ഒന്നുകൂടെ LC എടുത്ത് ഫർദർ സിംപ്ലിഫിക്കേഷൻ ചെയ്താൽ Q by 4 pi epsilon 0 into R plus L the whole square minus of R minus L the whole square by R minus L the whole square into R plus L the whole square. Okay, this simplify. E equal Q by 4 pi epsilon 0 into simplification A plus B the whole square, A square plus 2AB plus B square പോലെ R plus L the whole square, R square plus 2RL plus L square minus A minus B the whole square പോലെ A square minus 2AB plus B square പോലെ R square minus 2RL plus L square. ഈ മൈനസ് കൂടെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് R square plus 2RL minus L square by again താഴെ A minus B into A plus B പോലെ A square minus B square ഐഡന്റിറ്റി ആണ്. അതുപോലെ R minus L into R plus L, R square minus L square. പക്ഷേ ഒരു സ്ക്വയർ ഉണ്ട്, അത് കളയാൻ പാടില്ല, അത് അതുപോലെ എഴുതി. സോ R square minus L square the whole square. ന്യൂമറേറ്ററിൽ പ്ലസ് R square minus R square ക്യാൻസൽ ചെയ്യാം, പ്ലസ് L square minus L square ക്യാൻസൽ ചെയ്യാം. ബാക്കി E equal Q by 4 pi epsilon 0 into 2RL plus 2RL 4RL by R square minus L square the whole square എന്നാണ് എഴുതേണ്ടത്. പക്ഷേ 2L വളരെ ചെറുതാണെന്ന് നേരത്തെ അസ്യൂം ചെയ്തു. അപ്പൊ L വീണ്ടും ചെറുതാവുകയാണ്. Lന്റെ സ്ക്വയർ ഒക്കെ തീരെ ചെറുതാകും. നമ്മളതിനെ നെഗ്ലിജ് ചെയ്തു, കളഞ്ഞു. ബാക്കി R square the whole square, R raised to 4. ഓരോ R അങ്ങ് ക്യാൻസൽ ചെയ്യാം. E equal Q by 4 pi epsilon 0 4L by R cube. ഇതാണ് ഫോർമുല. പക്ഷെ നമുക്ക് ഓർക്കാൻ എളുപ്പത്തിന് വേണ്ടി ഞാനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് തരാണ്. 1/4 pi epsilon 0 Q അകത്തോട്ട് പോട്ടെ. Q into 4L എന്നാണ് എഴുതേണ്ടത്. പക്ഷെ ഞാൻ ഒരു 2നെ മാറ്റാം, ഒരു അത്യാവശ്യത്തിന് വേണ്ടിയിട്ടാണ്. 2 into Q into 2L by R cube എന്നാക്കാം. E equal 1/4 pi epsilon 0 2 Q into 2L നമുക്കറിയാം ഡൈപോളിന്റെ ഡൈപോൾ മൊമെന്റ് ആണ് PR. അപ്പോൾ ഇന്റൻസിറ്റി, ഡൈപോൾ ഉണ്ടാക്കുന്ന ഇന്റൻസിറ്റി, ആക്സിസിൽ ഉണ്ടാക്കുന്ന ഇന്റൻസിറ്റി, ആക്സിൽ ലൈനിൽ ഉണ്ടാക്കുന്ന ഇന്റൻസിറ്റി, സെന്ററിൽ നിന്ന് സം ഡിസ്റ്റൻസ് R ദൂരം അകലെ ഉണ്ടാക്കുന്ന ഇന്റൻസിറ്റി. അതിന്റെ ഫോർമുല 1/4 pi epsilon 0 2P by R cube എന്നാണ്. ഇന്റൻസിറ്റി വെക്ടർ ആണ്. വെക്ടർ ഫോം കൂടെ എഴുതേണ്ടതായിട്ടുണ്ട്. ഇന്റൻസിറ്റിയുടെ വെക്ടർ ഫോം എഴുതിയാൽ E equal വെക്ടർ E equal 1/4 pi epsilon 0 2. ഇവിടെ P ഒരു വെക്ടർ ആണ്. അപ്പൊ Pക്ക് ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വെക്ടർ ക്വാണ്ടിറ്റി ആവും. 1/4 pi epsilon 0 2 വെക്ടർ P by R cube, അല്ലെങ്കിൽ 1/4 pi epsilon 0 2P by R cube മാഗ്നിറ്റ്യൂഡ് ആണ്. കൂടെ നമുക്ക് ഫോർമുലയെ ബാധിക്കാത്ത ഒരു വെക്ടർ ആക്കാൻ പറ്റുന്ന ഒരാളാണ് ഡിസ്റ്റൻസ് R. അതിന്റെ യൂണിറ്റ് വെക്ടർ, ആറിന്റെ യൂണിറ്റ് വെക്ടർ R cap കൂടെ മൾട്ടിപ്ലൈ ചെയ്താണ്. ഒന്നുകിൽ വെക്ടർ ഇങ്ങനെ എഴുതുക 1/4 pi epsilon 0 2P by R cube into R cap, അല്ല എങ്കിൽ വെക്ടർ E equal 1/4 pi epsilon 0 2P by 2 വെക്ടർ P by R cube എന്ന് എഴുതാം. ഇതിപ്പോ ഞാൻ മീഡിയം ഫ്രീ സ്പേസിലാണ് പഠിപ്പിച്ചത്. മീഡിയം അറിയില്ല എന്നുണ്ടെങ്കിൽ ഇന്റൻസിറ്റി പറയുമ്പോൾ 1/4 pi epsilon 2P by R cube. മീഡിയം റിലേറ്റീവ് മീഡിയം എന്നാണെങ്കിൽ ഇന്റൻസിറ്റി പറയുമ്പോൾ 1/4 pi epsilon 0 epsilon R, അല്ലെങ്കിൽ 1/4 pi epsilon 0 epsilon R ന് പകരം 1/4 pi epsilon 0 K
2p by r cube എന്ന് പറയും. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ശ്രദ്ധിക്കണം. ഞാൻ ഇന്റൻസിറ്റി കാണുന്നു, ഡൈപോൾ ഉണ്ടാക്കുന്നതാണ് കാണുന്നത്, ആക്സിയൽ ലൈനിൽ ഉണ്ടാക്കുന്ന ഇന്റൻസിറ്റി ആണ്. ഫോർ ദാറ്റ് കൺസിഡർ an electric dipole AB consisting of charges negative q, positive q, having dipole length 2l with a dipole moment p, capital P. It is a vector quantity. ഇന്റൻസിറ്റി ആക്സിയൽ ലൈനിലേക്ക് കാണാൻ ഞാൻ ആക്സിയൽ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തു, അവിടെ ഒരു പോയിന്റ് എടുത്തു. ലെറ്റ് O be a point that is at a distance r from the center such that 2l, നമ്മുടെ ഡൈപോൾ ലെങ്ത് 2l is lesser, so much lesser than r. ഇനി ഡൈപോൾ ഉണ്ടാക്കുന്ന ഇന്റൻസിറ്റി ആണ് ആദ്യം നെഗറ്റീവ് ഉണ്ടാക്കുക. ഇന്റൻസിറ്റി അറ്റ് O ഡ്യൂ ടു നെഗറ്റീവ് E1 എന്ന് വിളിച്ചോളൂ. 1/4πε0 നെഗറ്റീവ് q by r plus l the whole square ഡയറക്റ്റഡ് ടുവേർഡ്സ് A ആണ്, ഞാനത് മാർക്ക് ചെയ്തിട്ടുണ്ട് പടത്തിൽ. E1 ഇന്റൻസിറ്റി അറ്റ് O ഡ്യൂ ടു പോസിറ്റീവ് E2 എന്ന് വിളിച്ചോളൂ. 1/4πε0 പോസിറ്റീവ് q by r minus l the whole square. ഡയറക്ഷൻ ഫ്രം ദ പോസിറ്റീവ് ആണ്, ഞാൻ മാർക്ക് ചെയ്തു പുറത്തേക്കാണ്. സോ by the superposition principle, net intensity at O, E എന്ന് വിളിക്കാം, E1 plus E2. ആരാണ് E1? 1/4πε0 negative q by r plus l the whole square plus 1/4πε0 positive q by r minus l the whole square. നമുക്ക് സിംപ്ലിഫിക്കേഷന് വേണ്ടി q/4πε0 കോമൺ പുറത്തെടുത്താൽ ബാക്കി 1/r minus l the whole square minus 1/r plus l the whole square. എൽസിഎം എടുത്താൽ q/4πε0 into r plus l the whole square minus of r minus l the whole square by r minus l the whole square into r plus l the whole square. ഐഡന്റിറ്റീസ് കൊടുത്താൽ q/4πε0 into r square plus 2rl plus l square minus r square plus 2rl minus l square by r square minus l square the whole square. ന്യൂമറേറ്ററിലെ രണ്ട് r square plus r square minus r square ക്യാൻസൽ ചെയ്യാം, plus l square minus l square ക്യാൻസൽ ചെയ്യാം. E equal, then E equal ഇങ്ങനെ വരും, q/4πε0 2rl plus 2rl 4rl by r square minus l square the whole square. l square ചെറുതായതുകൊണ്ട് നമ്മൾ അവോയ്ഡ് ചെയ്തു, ബാക്കി r⁴. ഒരു r ക്യാൻസൽ ചെയ്താൽ E equal q/4πε0 4l by r cube. ഫോർമുല ആയിട്ടുണ്ട്, അതിലൊരു സിസ്റ്റമാറ്റിക് ഒരു ഫോം കൊടുക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്യുന്നു, അറേഞ്ച് ചെയ്യാം. 1/4πε0 q into 4l എന്നാണ്, നമുക്കതിനെ ഇങ്ങനെ എഴുതാം, 2 into q into 2l by r cube. E equal, ഒന്നുകൂടെ ചുരുക്കാണ് ഞാൻ, 1/4πε0 2p by r cube. ഇതാണ് ആക്സിസിൽ ഡൈപോൾ ഉണ്ടാക്കുന്ന ഇന്റൻസിറ്റിയുടെ ഫോർമുല. ഇതിന്റെ വെക്ടർ ഫോം, വെക്ടർ E equal 1/4πε0 2 വെക്ടർ p by r cube. മീഡിയം ഫ്രീ സ്പേസ് അല്ല എന്നുണ്ടെങ്കിൽ, മീഡിയം അറിയില്ല എന്നുണ്ടെങ്കിൽ 1/4πε 2p by r cube. മീഡിയം റിലേറ്റീവ് ആണെങ്കിൽ 1/4πε0 εr 2p by r cube. ഓക്കെ, നമ്മൾ പഠിച്ചത് ഡൈപോള് ആക്സിയൽ ലൈനിലെ ഒരു പോയിന്റ് ഉണ്ടാക്കുന്ന ഇന്റൻസിറ്റി ആണ്. ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഓൺ ആക്സിയൽ ലൈൻ ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ. ക്ലിയർ?